എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിന്റെ 4ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആൾജിബ്രിക് ഫോം എന്താണെന്നും അതുപയോഗിച്ച് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. ഇനി നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം തുക കാണുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ഓക്കെ, ആ മീറ്റിംഗിൽ 11 പേര് പങ്കെടുത്തു. 11 പേര് പങ്കെടുത്തപ്പോൾ ആ 11 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്, പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ആകെ എത്ര ഷെയ്ക്ക് ഹാൻഡ്സ് ഉണ്ടായിട്ടുണ്ടാവും? ഹൗ മെനി ഷെയ്ക്ക് ഹാൻഡ്സ് ടേക്ക് പ്ലേസ് ഇഫ് ദർ ആർ 11 men participated in a meeting? 11 പേര് ഒരു മീറ്റിംഗിൽ പങ്കെടുത്താൽ ആ 11 പേരും പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു എങ്കിൽ എത്ര ഷെയ്ക്ക് ഹാൻഡ് നടന്നിട്ടുണ്ടാവും? അപ്പൊ അതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? 11 പേരുണ്ടെങ്കിൽ ഒന്നാമത്തെ ആൾ എത്ര പേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം? ഒന്നാമത്തെ ആള് ബാക്കി 10 പേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം, അല്ലെ? ഒന്നാമത്തെ ആൾ എടുത്തു കഴിഞ്ഞാല് എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. അപ്പൊ ബാക്കി 10 പേർക്ക് കൊടുത്താൽ മതി. അപ്പൊ 10 ഷെയ്ക്ക് ഹാൻഡ് അവിടെ നടന്നു. വീണ്ടും രണ്ടാമത്തെ ആളാണെങ്കിലോ ബാക്കി 9 പേർക്ക് ഷെയ്ക്ക് ഹാൻഡ്, കാരണം ഒരെണ്ണം ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഒന്നാമത്തെ ആൾ 10 പേർക്ക് കൊടുത്തല്ലോ, ആ 10 പേരിൽ പെട്ടാണ് രണ്ടാമത്തെ ആള്. അപ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് അവിടെ നടന്നു കഴിഞ്ഞു, ബാക്കി 9 പേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ മതി. മൂന്നാമത്തെ ആളാണെങ്കിലോ ബാക്കി 8 പേർക്ക് മതി, കാരണം 2 ഷെയ്ക്ക് ഹാൻഡ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. നാലാമത്തെ ആളാണെങ്കിലോ ബാക്കി 7 പേർക്ക്. അഞ്ചാമത്തെ ആളാണെങ്കിൽ ബാക്കി 6 പേർക്ക്. ആറാമത്തെ ആളാണെങ്കിൽ ബാക്കി 5 പേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ മതി. ഏഴാമത്തെ ആളാണെങ്കിൽ ബാക്കി 4 പേർക്ക്, കാരണം അതിന്റെ ബാക്കി എല്ലാ ഷെയ്ക്ക് ഹാൻഡ് അവിടെ നടന്നു കഴിഞ്ഞു. എട്ടാമത്തെ ആളാണെങ്കിൽ ബാക്കി 3 പേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ മതി. ഒമ്പതാമത്തെ ആളാണെങ്കിൽ ബാക്കി 2 പേർക്ക്. പത്താമത്തെ ആള് ബാക്കി ഒരാൾക്ക് കൊടുത്താൽ മതി. അപ്പൊ ആകെ നടക്കുന്ന ഷെയ്ക്ക് ഹാൻഡിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 1 + 2 + 3 + 4 + 5 + etc. + 10. ഇതാണ് നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ്. ഓക്കെ, അപ്പൊ ഇത് നമ്പർ ഓഫ് ഇത് നമുക്ക് കൂട്ടിയെടുക്കാം, അല്ലേ? 10, 9, 19, 8, 27 അങ്ങനെയൊക്കെ കൂട്ടിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്. ഇഫ് ദി നമ്പർ ഓഫ് മെൻ ഈസ് 50 ആണ്. 51 പേരായിരുന്നു പങ്കെടുത്തെങ്കിലോ? അപ്പൊ എന്താ വരും? 51 പേരാണെങ്കിൽ ഒന്നാമത്തെ ആള് 50 പേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. രണ്ടാമത്തെ ആള് 49 പേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. മൂന്നാമത്തെ ആള് 48 പേർക്ക്. അങ്ങനെ 50ാമത്തെ ആള് ഒരാൾക്ക്. അപ്പൊ ആകെ എത്ര ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + etc. + 50. 1 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എടുക്കേണ്ടി വരും. അപ്പോ 1 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് ആകെ നടന്ന ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം. അപ്പോ നിങ്ങള് ഗണിതത്തിന്റെ രാജകുമാരൻ, പ്രിൻസ് ഓഫ് മാത്തമാറ്റിക്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരാണ്? കാൾ ഫെഡറിക് ഗോസ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. ഗണിത ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തെ പ്രിൻസ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കണക്കിന് വളരെ മിടുക്കനായിരുന്നു. അപ്പോൾ ഏത് കണക്ക് കൊടുത്താലും പെട്ടെന്ന് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ കണക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആൾ വെറുതെ ഇരിക്കില്ല, മറ്റുള്ളവരെയൊക്കെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരും, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാറിന് അപ്പോൾ ആകപ്പാടെ ശല്യമായതുകൊണ്ട് ആള് ഉടനെ ഒരു കാര്യം ചെയ്തു. നീ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക ഒന്ന് വേഗം കണ്ടുപിടിക്കും എന്നും പറഞ്ഞ ഒരു കണക്ക് അവന് കൊടുത്തു. അപ്പോൾ അവൻ ആ കണക്ക് കൂട്ടി വരുമ്പോഴത്തേനും അടുത്ത ബാക്കിയുള്ളവരെ പഠിപ്പിക്കാമെന്നുള്ള രീതിയിലാണ് സാർ വിചാരിച്ചത്. അതായത് 1 മുതലിനോട് 2 കൂട്ടി, 2നോട് 3 കൂട്ടി, 1ഉം 2ഉം കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെ 4 കൂട്ടി, അങ്ങനെ 100 വരെ കൂട്ടുമ്പോൾ എന്തായാലും കുറേ അധികം സമയം എടുക്കും. അപ്പോൾ ബാക്കി അത് കണ്ടെത്തിക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് സാറിരുന്നത്. പക്ഷേ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും അവിടെ നിന്ന് ബഹളം. ചെന്ന് നോക്കിയപ്പോൾ എന്താണ്? കണക്ക് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് കണക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സാറിന് വഴക്ക് പറയാനൊന്നും പറ്റൂല. എന്താ കാരണം ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? അതായത് 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാനാണ് പറഞ്ഞത്. അപ്പം ആള് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 100 സംഖ്യ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ അവസാനത്തെ എടുത്തു, 100 ഒന്നും കൂട്ടിയപ്പോൾ 101. അടുത്ത രണ്ടാമത്തെയും സെക്കൻഡ് ലാസ്റ്റ് എടുത്തു, അതും 101. മൂന്നാമത്തെയും തേർഡ് ലാസ്റ്റ് എടുത്തു, അതും 101. അങ്ങനെ എത്ര 101 ഉണ്ടാവും? 100 സംഖ്യ ഉണ്ടെങ്കിൽ 100ന്റെ പകുതി 50 ജോഡികളുണ്ട്, 50 പേരുണ്ടാവും 2 ഇതെടുക്കുമ്പോൾ. അപ്പോൾ ഒരു പെയറിന്റെ സമ്മാണ് 101. അപ്പൊ 50 × 101. അത് അത്രയും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇതുപോലെ ഓരോന്നും എഴുതി കൂട്ടേണ്ട കാര്യമില്ല. 50 × 101 50,50 ആള് ഉത്തരം കൃത്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ രൂപത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് 100 ആണ്. അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 100/2 പെയേഴ്സ്.
അതുപോലെ തന്നെ ഒരു പെയറിന്റെ സം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ്, അതായത് 100 പ്ലസ് ലാസ്റ്റ് ടേം പ്ലസ് 1. ലാസ്റ്റ് ടേം പ്ലസ് 1 ആയിരിക്കും എപ്പോഴും ഇവിടെ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട്. ഇപ്പോൾ 101. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ 100/2 ഇൻറ്റു 100 പ്ലസ് 1, അതായത് നമ്പർ ഓഫ് നമ്പേഴ്സ് ബൈ 2 ഇൻറ്റു ലാസ്റ്റ് ടേം പ്ലസ് 1, അതായത് 100 ഇൻറ്റു 101/2, അതായത് ലാസ്റ്റ് ടേം ആയ 100 ഇൻറ്റു നെക്സ്റ്റ് ടേം ആയ 101/2, അതായത് 100 ഇൻറ്റു 101/2, അത് 50,050 എന്ന് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇതുപോലെ ഇതെല്ലാം ചെയ്യാം. എങ്ങനെയാ? 1 മുതൽ 50 വരെ ആണെങ്കിൽ 50/2 25 പേരുണ്ടാവും അല്ലെ? 25 പേരുണ്ടാവും. ഒരു പേരിന്റെ സം എന്ന് പറഞ്ഞാൽ 50 പ്ലസ് 1 51, അപ്പൊ 25 ഇൻറ്റു 51. ഇതാണ് 1 മുതൽ 10 വരെ ആണെങ്കിലോ 1ഉം 10ഉം കൂട്ടിയാൽ 11, ആകെ 10 സംഖ്യകൾ. അപ്പോൾ 5 പേർ, 5 ഇൻറ്റു 11 55. അങ്ങനെ പെട്ടെന്ന് അതിന്റെ തുക കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെയൊക്കെ സം എങ്ങനെ കണ്ടുപിടിക്കും? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് 12. എത്ര സംഖ്യയുണ്ട്? 12 സംഖ്യയുണ്ട്. അപ്പോൾ 12ന്റെ പകുതി 6 പെയർ, 2 വീതം എടുത്ത് 6 പെയർ. ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ 12 പ്ലസ് 1 13. അപ്പോൾ എന്തുവരും? 12/2 ഇൻറ്റു, അല്ലെങ്കിൽ 12 ഇൻറ്റു 12 പ്ലസ് 1/2, അതായത് 12ന്റെ പകുതി 6 ഇൻറ്റു 13 78. ഇതാണെങ്കിലോ 15 സംഖ്യയുണ്ട്. അപ്പോൾ 15 ഇൻറ്റു 15 പ്ലസ് 1/2, അപ്പോൾ എത്ര കിട്ടി? 120. അപ്പൊ 50 സംഖ്യ ആണെങ്കിലോ അതാണ് നമ്മളിപ്പോ പറഞ്ഞത് 50 ഇൻറ്റു 50 പ്ലസ് 1/2, ദാറ്റ് ഈസ് 1275. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ് 1275 ഷെയ്ക്ക് ഹാൻഡാണ്. ഇവിടെ 55 ഷെയ്ക്ക് ഹാൻഡാണ് ആദ്യത്തെ മീറ്റിങ്ങിലെ കാര്യം പറഞ്ഞത്. അപ്പോൾ 1275. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ എഴുതി നോക്കി? എത്ര നമ്പർ ഉണ്ടോ അതേ ഇൻറ്റു, അതായത് അതിന്റെ ലാസ്റ്റ് നമ്പർ ഇൻറ്റു അതിന്റെ നെക്സ്റ്റ് നമ്പർ ബൈ 2 ആയിരിക്കും. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സ്ട്രാ പ്ലസ് 25 ആകുമ്പോഴോ 25/2 ഇൻറ്റു 25 പ്ലസ് 1, അല്ലെങ്കിൽ 25 ഇൻറ്റു അതായത് ലാസ്റ്റ് നമ്പർ ഇൻറ്റു നെക്സ്റ്റ് നമ്പർ ബൈ 2. ഏറ്റവും എളുപ്പവഴി അതാണ്. അപ്പോൾ 25 ഇൻറ്റു 25 പ്ലസ് 1/2, അതായത് 25 ഇൻറ്റു 6 26/2, ദാറ്റ് ഈസ് 325. അതുപോലെ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് n സംഖ്യകളുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്പർ ആയ n ഇൻറ്റു അടുത്ത n പ്ലസ് 1/2. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുന്നതാണ് സം ഓഫ് ഫസ്റ്റ് n. 1 മുതൽ തുടർച്ചയായ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്പർ ആയ n ഇൻറ്റു നെക്സ്റ്റ് നമ്പർ ബൈ 2. അതായത് ദി സം ഓഫ് എനി നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് starting from 1 is half the product of last number and next number. ലാസ്റ്റ് നമ്പറിനെ അതിന്റെ നെക്സ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഹാഫ് എടുക്കുക, അതിന്റെ പകുതി എടുക്കുക. അതായിരിക്കും 1 മുതൽ തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫൈൻഡ് ദി സം 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് 200. 1 മുതൽ 200 വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സം. ഇപ്പൊ ഇവിടുത്തെ ഫോർമുല വെച്ച് 200 ഇൻറ്റു അടുത്ത സംഖ്യ 201/2. അപ്പൊ 200 ഇൻറ്റു 201/2 എന്ന് പറഞ്ഞാൽ 20,200, അതായത് 100 ഇൻറ്റു 201. ക്ലിയർ അല്ലേ? വേറെ എക്സാമ്പിൾ 7 പ്ലസ് 14 പ്ലസ് 21 പ്ലസ് എക്സെട്രാ പ്ലസ് 98. ഇത് തുടർച്ചയായ നാച്ചുറൽ നമ്പർ അല്ല, ആണോ? 1 മുതൽ തുടർച്ചയായ നാച്ചുറൽ നമ്പർ ആണെങ്കിലേ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് 1 മുതൽ തുടർച്ചയായ നാച്ചുറൽ നമ്പർ അല്ലാത്തതുകൊണ്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? എല്ലാത്തിലും 7 കോമൺ ഫാക്ടർ. അതെ, 7 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 1 ആണ്. 14 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 2 ആണ്. 21 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 3 ആണ്. എക്സെട്രാ അങ്ങനെ 7 ഇൻറ്റു 14 ആണ് 98. എല്ലാത്തിനും 7 കോമൺ ഫാക്ടറാണ്. അപ്പൊ ആ 7 ഇങ്ങോട്ട് വെളിയിലെടുക്കാം. 7 വെളിയിലെടുത്ത് കഴിഞ്ഞപ്പോൾ ബാക്കി എന്തുണ്ട്? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് 14. കണ്ടോ? 7 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് 14. അപ്പൊ നോക്കിയേ, ഇത് തുടർച്ചയായ നാച്ചുറൽ നമ്പറിന്റെ സമ്മാണ്. അപ്പൊ 1 മുതൽ 14 വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ 14 ഇൻറ്റു 15/2. അപ്പൊ 7 ഇൻറ്റു 14 ഇൻറ്റു 14 ഇൻറ്റു 15/2. ലാസ്റ്റ് നമ്പർ ഇൻറ്റു നെക്സ്റ്റ് നമ്പർ. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്ന് സിംപ്ലിഫിക്കേഷൻ നടത്തിയിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്നോടത്താണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് തുടർച്ചയായ n നാച്ചുറൽ നമ്പർ ആകുമ്പോഴേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ 7 ഇൻറ്റു 40 ഇൻറ്റു 15/2 അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7 ഇൻറ്റു 7 ഇൻറ്റു 15 ദാറ്റ് ഈസ് 735. ക്ലിയർ ആയി പറഞ്ഞത്? തുടർച്ചയായ n നാച്ചുറൽ നമ്പറിന്റെ സം n ഇൻറ്റു n+1/2 അതാണ് ഫോർമുല. അത് ഉപയോഗിച്ച് 1 മുതൽ തുടർച്ചയായ എത്ര നാച്ചുറൽ നമ്പറിന്റെ സമ്മും വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.